നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷനാണ്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതും PSC ഓൾറെഡി ചോദിച്ച ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? മധുരം എന്ന പദ്ധതിയാണ്. കുടുംബശ്രീയുടെ പദ്ധതികളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മധുരം എന്ന പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി. ഈ 4 വിഭാഗത്തിൽ പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് PSC മാറിയും തിരിഞ്ഞും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയോജനങ്ങളുടെ ബേസ് ആയിട്ടുള്ള പദ്ധതി ആയതുകൊണ്ട് മധുരം എന്ന പദ്ധതി ഓർത്തിരിക്കുക. അപ്പോൾ വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭ ഏതാണ്? കേരള നിയമസഭയാണ്. ഓൾറെഡി ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കോഡ് ഗ്രേ പ്രോട്ടോകോൾ കേരളമാണ് പുറത്തിറക്കിയത്. അപ്പോൾ കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്താണ്? സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കോഡ് ഗ്രേ പ്രോട്ടോകോൾ ആര് പുറത്തിറക്കി? കേരള സംസ്ഥാനം പുറത്തിറക്കി. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളം. അടുത്ത ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏത്? കേരളം. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇമ്പോർട്ടൻ്റ് ചോദ്യം. കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ഹർഷദം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി കോഴ്സുകൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, കമ്പനി LGS അടുത്ത വർഷം വരാനിരിക്കുന്ന സുവർണ അവസരങ്ങളാണ്. കൂടാതെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന ഫയർമാൻ, ഫയർ വുമൺ, 10th പ്രിലിംസ് പരീക്ഷ, സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാം, 10th പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ലിമിറ്റഡ് പീരീഡിലേക്ക് കോഴ്സ് ഫീസിൽ 1 ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. കൂടാതെ കോഴ്സിൽ തന്നെ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷദം സ്പെഷ്യൽ ഷോർട്ട് GK, ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ്. എക്സാം ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടെ ഉള്ള പാക്കേജ് ആണ്. ഒറ്റ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് കിട്ടും. കറണ്ട് അഫയേഴ്സിന് സെപ്പറേറ്റ് കോഴ്സ് അങ്ങനെ ഒന്നുമില്ല. എല്ലാം കൂടി ചേർന്നതാണ്. നിങ്ങൾക്ക് ഓരോ കോഴ്സ് എടുക്കുമ്പോഴും ഇതിനകത്ത് എല്ലാത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സ്റ്റഡി പ്ലാനോട് കൂടിയാണ് കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹർഷദം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷദം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് പിണറായി വിജയനെ കുറിച്ചുള്ള ഒരു ഫാക്റ്റ് ആണ്. കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി ആര്? പിണറായി വിജയൻ. പിണറായി വിജയനാണ് കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി എന്ന് ഓർക്കുക. അപ്പോൾ പറഞ്ഞ ഫാക്ട്സ്: വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി മധുരം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീയാണെന്ന് ഓർക്കുക. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയതാണ് ആദ്യ നിയമസഭ കേരള നിയമസഭ. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണെന്ന് ഓർക്കുക. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം.
ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയൻ. അടുത്ത ചോദ്യം, മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഏത്? ഫ്ലൈ 91. ഫ്ലൈ 91 എന്നത് വിമാന കമ്പനിയാണ്. മനോജ് ചാക്കോ ഇദ്ദേഹം ഒരു മലയാളി കൂടിയാണ്. ഒരു നേട്ടമാണ്, മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ഒരു വിമാന കമ്പനി ആരംഭിച്ചു, ഫ്ലൈ 91. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ നദി. അപ്പൊ കേരളത്തിൽ നിന്ന് പെരിയാർ നദിയെയാണ് ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തത്. 6 നദികളെ തെരഞ്ഞെടുത്തതിൽ കേരളത്തിൽ നിന്ന് പെരിയാറിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു. സന ഇർഷാദ് മട്ടു വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസ് ലഭിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഗുരുവായൂരപ്പൻ ദേവസ്വമാണ് ജ്ഞാനപ്പാന പുരസ്കാരം നൽകുന്നത്. 2024 ഹരിവരാസന പുരസ്കാരം, വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഹരിവരാസന പുരസ്കാരം 2024 ലഭിച്ചത് PK വീരമണിദാസനാണ്. ഇദ്ദേഹം തമിഴ് പിന്നണി ഗായകനാണ്. PK വീരമണിദാസൻ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരനാണ് EP നാരായണൻ പെരുവണ്ണാൻ. EP നാരായണൻ പെരുവണ്ണാൻ ഏത് മേഖലയിൽ അല്ലെങ്കിൽ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തെയ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പ്രത്യേകത എന്ത്? പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരനാണ് EP നാരായണൻ പെരുവണ്ണാൻ. ഇദ്ദേഹം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ഇദ്ദേഹം തെയ്യം കലാകാരനാണെന്ന് ഓർക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഡോക്ടർ PK രാധാമണിയാണ്. അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് ഡോക്ടർ PK രാധാമണിക്ക് പുരസ്കാരം ലഭിച്ചത്. ഇമ്പോർട്ടന്റ് ചോദ്യം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഡോക്ടർ PK രാധാമണി. അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് എന്ത് ലഭിച്ചത്? പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇത്രയും ചോദ്യം ഒന്ന് നോക്കിയിട്ട് വരാം. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ 91. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു ആണെന്ന് ഓർക്കുക. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാരാണ്? PK വീരമണിദാസനാണ്. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരനാരാ? EP നാരായണൻ പെരുവണ്ണാൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഡോക്ടർ PK രാധാമണി. അക്ഷരോം കി സായി എന്ന പുസ്തകം ഏത് പേരിലാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ എന്ന ചിത്രം. കതിരവൻ, മമ്മൂട്ടിയാണ് അയ്യങ്കാളിയുടെ വേഷമിടുന്നത്. അരുൺ രാജനാണ് സംവിധായകൻ. അരുൺ രാജൻ സംവിധാനം ചെയ്യുന്ന കതിരവൻ എന്ന ചിത്രം ആരുടെ ജീവിതത്തെ ഇതിവൃത്തമാക്കി നിർമ്മിക്കുന്നതാണ്? അയ്യങ്കാളിയുടെ ജീവിതത്തെ പ്രമേയമാക്കി നിർമ്മിക്കുന്നതാണ്. 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. അപ്പൊ മഞ്ഞുമ്മൽ ബോയ്സിന്റെ ഫാക്ട് എന്താണ്? 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം. ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്ക് തെരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ
100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് വർക്കല പാപനാശം ബീച്ചിനെയാണ്. ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്ക് തെരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ വർക്കല പാപനാശം ബീച്ചും തെരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത ഫാക്ട്, മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയതാര്? പ്രൊഫസർ M.K. സാനു. പ്രൊഫസർ M.K. സാനു ആണ് മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത്. സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് M. മുകുന്ദനാണ്. M. മുകുന്ദൻ. PSLV C57 ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് കെൽട്രോൺ. കെൽട്രോൺ ആണ് PSLV C57 ഇലക്ട്രോണിക്സ് മൊഡ്യൂൾ വിതരണം ചെയ്യുന്നത്. വംശനാശത്തിന്റെ വക്കിലുള്ള മാധിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായമാണ് ചക്കാലിയ സമുദായം. ചക്കാലിയ സമുദായം കണ്ണൂർ ജില്ലയിലെ സമുദായമാണ്. ഫാക്ട് എന്താണ്? വംശനാശത്തിന്റെ വക്കിലുള്ള മാധിക ഭാഷ സംസാരിക്കുന്ന വിഭാഗമാണ് ചക്കാലിയ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാ? മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. അപ്പോൾ ഇത്രയും ഫാക്ട്സ് നോക്കാം. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. സംവിധായകന്റെ പേര് ഓർക്കുക, അരുൺ രാജൻ. 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. പാപനാശം ബീച്ച്, വർക്കല പാപനാശം ബീച്ച് ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ M.K. സാനു ആണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് M. മുകുന്ദൻ. PSLV C57 ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് കെൽട്രോൺ. വംശനാശത്തിന്റെ വക്കിലുള്ള മാധിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായമാണ് ചക്കാലിയ സമുദായം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാം പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ്. നോട്ട് ചെയ്ത് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷദം എജ്യൂടെക് ആപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാവുമ്പോൾ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.